ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അഭിപ്രായപ്പെട്ടു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ VK രാജൻ നഗറിൽ കടൽ മണൽ ഖനനവും പരിസ്ഥിതി ആഘാതവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ മണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വെക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, ഡോക്ടർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ET ടൈസൺ MLA മോഡറേറ്ററായിരുന്നു. TK സുധീഷ്, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, ഷാഹിദ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യോജിച്ച സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മണിപ്പൂരിലോ തന്നെയാണ് വിഷയം. കത്താൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. ഇപ്പൊ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത് ചന്ദ്രനിൽ വരെയുള്ള ദൂരം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ദൂരം അദ്ദേഹം ലോകമാകെ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷെ കൊച്ചു മണിപ്പൂരിൽ സന്ദർശിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രസിഡന്റ് ഭരണത്തിന് കീഴിലാണ്, കലാപമെല്ലാം അമർ ചെയ്തു, യാതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവിടെ സന്ദർശിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ നിന്നുള്ള ഓൾ പാർട്ടി ഡെലിഗേഷനെ കാണാൻ ഇദ്ദേഹം തയ്യാറായില്ല.